കാർത്തിക് സൂര്യ എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം ഒരു സെലിബ്രിറ്റി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ സംശയിക്കും. കാര്യം അത്രത്തോളമാണ് ഈ മനുഷ്യൻ എൻ്റെ ജീവിതത്തിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്തേക്കണം. അപ്പം ഈ മനുഷ്യനെ ഫസ്റ്റ് ഞാൻ കാണുമ്പോഴത്തേക്കും ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും എനിക്കത് ഭയങ്കര ഇറിറ്റേഷനായിട്ട് ഞാൻ നിർത്തി വെക്കുമായിരുന്നു ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ ആദ്യമൊക്കെ റെക്കമെൻഡേഷനിലൊക്കെ വരുമ്പോൾ. പിന്നെ ഒരു ദിവസം ഞാൻ ഈ പുള്ളിക്കാരൻ്റെ ഒരു ഇത് കണ്ട്, അതായത് നമ്മുടെ ജോഷ് ടോക്സിനകത്താണെന്ന് തോന്നുന്നത് പുള്ളിക്കാരൻ്റെ ഒരു സംഭവം ഇങ്ങനെ നിന്നിട്ട് സംസാരിക്കുന്ന ഒരു സംഭവം. അപ്പം അതിനകത്ത് പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങൾ എൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര ഡീപ്പായിട്ട് ഇറങ്ങിയ ഒരു സംഭവമായിരുന്നു ആ ഒരു ജോഷ് ടോക്കിനകത്ത് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്കാരൻ്റെ ഒരു കട്ട ഫാനായിട്ട് പറഞ്ഞിരുന്നു ഈ കാർത്തിക് സൂര്യ എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ. പിന്നെ ഞാൻ അവിടെ നിന്ന് പുള്ളിക്കാരൻ്റെ എല്ലാ വീഡിയോയും കുത്തിയിരുന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഇറങ്ങിയ വീഡിയോകളായിരുന്നു മറ്റേ കോയിൻ കൊടുത്ത് ഐഫോൺ മേടിക്കുന്ന ആ വീഡിയോ ഒക്കെ. അവിടെ നിന്ന് അങ്ങോട്ട് കുത്തിയിരുന്ന് കണ്ട് പിന്നെ ഞാൻ ഈ ഒരു പാറ്റേൺ നിർത്തിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡെയിലി വ്ളോഗ് തുടങ്ങി. പിന്നെയാണ് ആദ്യമൊക്കെ കുറേ കാണുമായിരുന്നു, പിന്നെ ഇടയ്ക്ക് വെച്ച് ആ ഒരു സ്ട്രീക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ ഇപ്പം നമ്മളെ കാർത്തിക് സൂര്യയുടെ വീഡിയോ ആയിട്ട് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ കാർത്തിക് സൂര്യ ഒരു 3 ദിവസം മുമ്പ് കാർത്തിക് സൂര്യ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതിൻ്റെ തമ്മിൽ ഇങ്ങനെയാണ് കൊടുത്തേച്ചത് 9 things 2023 taught me എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ കൊടുത്തേച്ചത്. അപ്പോൾ പുള്ളി പഠിച്ച കുറച്ച് കാര്യങ്ങൾ 2023 പുള്ളി പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഇപ്പം 2023 എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണെങ്കിൽ എനിക്കതൊരു മിക്സ്ഡ് ഒരു എന്ന് പറഞ്ഞാൽ അത് അധികം അങ്ങനെ സന്തോഷവും ഇല്ല അധികം വിഷമവും ഇല്ല, അങ്ങനത്തെ ഒരു ഇക്വിലിബ്രിയത്തിനകത്ത് നിൽക്കണ പോലത്തെ ഒരു ഇയറായിരുന്നു എനിക്ക്. അല്ലാണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം അങ്ങനത്തെ പരിപാടി ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷെ അങ്ങനെ മെമ്മറബിൾ ആയിട്ട് അങ്ങനെ പറയാൻ മാത്രമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഒരു നോർമൽ ഒരു ഇയർ. അപ്പോൾ നമുക്ക് കാർത്തിക് സൂര്യയുടെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ വീഡിയോ കണ്ടിട്ടില്ല, ആദ്യത്തെ ഒരു ഇത്തിരി ഭാഗം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് ഒരുമിച്ചിരുന്ന് കണ്ടു നോക്കാം. 2024 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണത്. ശരിക്കും പറഞ്ഞ സത്യമായിട്ട് എന്റെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ വൈ 2023 വാസ് ദ വേർസ്റ്റ് ഇയർ ഓഫ് മൈ ലൈഫ് എന്നായിരുന്നു ഇതിന്റെ ടൈറ്റിൽ കൊടുക്കേണ്ടിയിരുന്നത്. അതായത് കൂടുതൽ ക്ലിക്ക് ബേറ്റ് ആൾക്കാർ കൂടുതൽ ക്ലിക്ക് ചെയ്യാൻ ചാൻസ് ആണ്. പക്ഷേ അത് ഞാൻ അങ്ങനെ കൊടുക്കാത്തതിന് ഒരു കാരണമുണ്ട് ഗൈസ്. എന്താണെന്ന് അറിയാവോ? ആദ്യം നിങ്ങൾക്ക് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇത് കണ്ടോ ഗൈസ്, ഒരു 18 വയസ്സുള്ള കോണാവായൻ കാർത്തിക് സൂര്യ 2011 ഈസ് ദ വേഴ്സ്റ്റ് ഇയർ എന്നിട്ട് ഒരു കുരിശും ഒരു ഹൃദയവും ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാണ് വരച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഈ ഇരിക്കുന്ന കാർത്തിക്കിനെ കണ്ടോ? ആ ഇരിക്കുന്ന കാർത്തിക് 2011 ന്യൂ ഇയറിന് ബോർഡും പിടിച്ചോണ്ടിരിക്കണം. അത് 2011 കഴിഞ്ഞ് 2012 കടക്കുന്ന ന്യൂ ഇയറിന് ഹോസ്റ്റലിൽ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് റൂമിൽ കിടന്ന് നിലവിളിച്ചിട്ട് എടുത്ത ഫോട്ടോയാണ് ഇത്. ഓക്കെ, അപ്പൊ 2011 പുള്ളി എടുത്തൊരു ഫോട്ടോ കാണിച്ചിട്ടാണ് പുള്ളി ഈ ഒരു വീഡിയോ തുടങ്ങണത് തന്നെ. അപ്പൊ 2011 പുള്ളിക്ക് അന്ന് ആ വർഷം ദുരന്തം വർഷമായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ ഒരു വർഷം ഇപ്പൊ കഴിഞ്ഞ് 2023 നോക്കണമെങ്കിൽ ഈ കാർത്തിക് സൂര്യയുടെ ഒരു ഇതിനകത്ത് നമുക്ക് കാർത്തിക് സൂര്യനെ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യണവർക്ക് അറിയാം. അതായത് ഒരുപാട് കോൺട്രവേഴ്സികളും കാര്യങ്ങളൊക്കെ ഉണ്ടായ ഒരു വർഷമാണ് ഈ കഴിഞ്ഞ വർഷം. ഈ മറ്റേ ബ്രേക്കപ്പ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വാഴത്തൊപ്പി ചെന്നിരുന്ന കാര്യമാണ്, ആ ഒരു റിലേറ്റഡ് ആയിട്ട് കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായ ഒരു വർഷമാണ് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് അത്ര ഒരു നല്ല വർഷം ആവാനും സാധ്യതയില്ല. അത് മാത്രമല്ലാണ്ട് ഞാൻ പറയണം, വേറെയും ഇഷ്ടംപോലെ കാര്യങ്ങൾ ലൈഫിൽ വന്നിട്ടുണ്ടാവാം. പക്ഷെ എന്നാലും ഈ ഒരു മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് അറിയാവുന്ന രീതിക്ക് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരു വർഷമായിരുന്നു ഈ 2023 എന്ന് പറയുന്നത് കാർത്തിക് സൂര്യക്ക്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അത് ഒരു ഇത്തിരി ശോകം വർഷമായെന്നാണ് പുള്ളി പറയുന്നത്. ബാക്കി 9 things 2023 taught me. ഒന്ന്, the only constant in life is ചേഞ്ച്. ഇതെനിക്കറിയാം കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, പക്ഷെ ഇത് ഭയങ്കര ട്രൂ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ലൈഫിലെയും ചേഞ്ചസിലെയും കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗൂഗിൾ ചെയ്തപ്പോ ഒരു ഗ്രീക്ക് ഫിലോസഫർ വെച്ച് കൊടുക്കുന്ന ഹിക്ലിക്ലി അങ്ങനെന്താണ് പേര്, പുള്ളിക്കാരന്റെ കോട്ടാണിത്. നിങ്ങളുടെ ലൈഫ് എടുത്തു നോക്കുക. ഒരു 10 കൊല്ലം മുന്നേ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നോളജും കാര്യങ്ങളുമാണോ ഇപ്പോൾ ഉള്ളത്? 10 കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന ഒരാളാണോ നിങ്ങൾ? ഇപ്പൊ ഞാൻ വ്ളോഗ് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന കാർത്തിക് ആണോ ഇപ്പോൾ ഉള്ള കാർത്തിക്? അല്ല ഗൈസ്, നമ്മൾ പോകുന്ന വഴി ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, ഒരുപാട് കാര്യങ്ങൾ അക്യുമുലേറ്റ് ചെയ്യും, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വരും. 2 ഓപ്ഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന്, നമുക്ക് ചേഞ്ച് വന്നു, ഇത് പിന്നെ കൊണ്ട് പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ സ്റ്റക്കായി നിൽക്കാം. അല്ലെങ്കിൽ ചേഞ്ചിനെ എംബ്രേസ് ചെയ്ത് നമുക്ക് ചേഞ്ചിന്റെ കൂടെ പോവാം. ഇതിൽ ഏതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് എൻറ്റയർലി അപ് ടു അസ്. പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആട്ടെ. എനിക്ക് തോന്നിയിരിക്കണമെന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് എപ്പോഴും ചേഞ്ച് വന്നിട്ടിരിക്കും. ഓരോ ചേഞ്ചിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട് ഓരോ ദിവസവും മാറിക്കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകണമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഈ പുള്ളിക്കാരനോട് അങ്ങനെ വിയോജിപ്പുകളൊന്നും വന്നൊന്നും വരില്ല. കാര്യം എനിക്ക് പുള്ളിയുടെ ആ ഒരു വേവ് ലെങ്ത് എനിക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പറയണത്. കാര്യം എനിക്ക് പുള്ളിനെ അത്രയ്ക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ ബാക്കിയുണ്ടോ. നമ്പർ 2, ലൈഫ് ഈസ് ഓൾ അബൌട്ട് ഹൗ വി
റിയാക്ട് ടു ദ സ്റ്റഫ് ഹാപ്പനിങ് ടു അസ്. അത് കുറച്ച് നീണ്ടുപോയല്ലേ. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് കുറെ ഇവന്റുകളാൽ നിറഞ്ഞ ഒരു സംഭവമാണ് ഗൈസ്. നമ്മുടെ ലൈഫിൽ ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കും. ചിലത് പോസിറ്റീവ് ആയിരിക്കും, ചിലത് നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ ഡൗൺ ആവും, പോസിറ്റീവ് വരുമ്പോൾ നമ്മൾ ഹൈ ആവും. നെഗറ്റീവ് വരുമ്പോൾ ഡൗൺ ആവുന്നത് നമ്മുടെ ചോയ്സ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവ് വരുമ്പോൾ ഒരുപാട് ഹൈ ആവുന്നത് നമ്മുടെ ഒരു ചോയ്സ് ആണ്. നമ്മൾ ഇൻവോളണ്ടറിലി നമ്മുടെ ഉള്ളിൽ ഉള്ള കാര്യമാണ്. ബട്ട് അതിനെങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അതിനെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് എൻറ്റയർ കാര്യം ഇരിക്കുന്നത്. ഇഗ്നോർ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഇഗ്നോർ ചെയ്യുക, റിപ്ലൈ കൊടുക്കേണ്ട കാര്യമാണെങ്കിൽ റിപ്ലൈ കൊടുക്കുക. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഹാപ്പി ആയിരിക്കുമോ നമ്മൾ സാഡ് ആയിരിക്കുമോ എന്നുള്ളത് ഇറ്റ്സ് എൻറ്റയർലി അപ് ടു അസ്. ഈ ഒരു പോയിന്റിനെ നമുക്ക് വേണമെങ്കിൽ കാർത്തിക് സൂര്യയുടെ ആ ഒരു ഉണ്ടായ ഒരു കോൺട്രവേഴ്സി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ് പുള്ളിയാ പറഞ്ഞത്. ആ ഒരു വിഷയമൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും ബാക്കി പലരൊക്കെ വന്നിട്ട് ഇതിനകത്ത് റിയാക്ട് ചെയ്യണമെന്നും എല്ലാം കണ്ടു. പക്ഷെ കാർത്തിക് സൂര്യ അതിനകത്ത് റിയാക്ട് ചെയ്യണം നമ്മൾ കണ്ടില്ല. അപ്പൊ നെഗറ്റിവിറ്റി കാണുമ്പോഴത്തേക്കും പുള്ളി വേണമെങ്കിൽ അതിനെ ഒഴിവാക്കിയതാണ് എന്ന് നമുക്ക് വിചാരിക്കാം. കാര്യം അതിനകത്ത് വെറുതെ തലയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സമാധാനം പോകുന്നല്ലാണ്ട് വേറെ അതിനകത്ത് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാവില്ല. പറയുന്നവർ ഒരു കുറച്ചാൾ പറയും, അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അടങ്ങും. അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായേക്കണം. ആ സമയത്ത് എല്ലാവരും കാർത്തിക് സൂര്യനെ ഭയങ്കര കുറ്റപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പൊ എല്ലാവരും ഒന്ന് അടങ്ങി. അതാണ് അപ്പൊ നമ്മൾ റിയാക്ട് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു ചോയ്സ് ആണ്. അപ്പൊ അതൊരു ഇതാട്ടെ. പിന്നെ എൻ്റെ ഒരു ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു സന്തോഷം വരുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര അധികമായിട്ട് സന്തോഷിക്കാറില്ല. അതേപോലെ വിഷമം വരുമ്പോൾ ഞാൻ അധികമായിട്ട് വിഷമിക്കാറില്ല. ഞാൻ എപ്പോഴും ഒരു സ്റ്റേബിൾ സ്റ്റേജിനകത്ത് ഇങ്ങനെ നിൽക്കും. അതാകുമ്പോഴത്തേക്കും നമുക്ക് അധികം സങ്കടവും വരില്ല, അധികം സന്തോഷം വരില്ല. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ എപ്പോഴും ഒരു ചെറിയൊരു സന്തോഷത്തോടെ തന്നെ 4 ഒരു പഴയ മലയാളം പഴഞ്ചൊല്ല് ഞാനിപ്പോ കടമെടുക്കുകയാണ് ഗൈസ്. മഞ്ഞപ്പിത്തം പിടിച്ചവൻ എന്ത് കണ്ടാലും മഞ്ഞയായിട്ട് തോന്നുള്ളൂ. ഇത് സത്യമാണോന്ന് പോലും അറിയില്ല. പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലാണ് ഇത്. സത്യം പറഞ്ഞാൽ ഭയങ്കര അർത്ഥവത്തായ ഒരു കാര്യമാണ് ഗൈസ്. ഓരോ ആൾക്കാരും അവരുടെ വേൾഡ് വ്യൂ മാറി അവരെല്ലാം ഒരു കണ്ണട വെക്കാൻ തുടങ്ങി. എനിക്കറിയാം ഇറ്റ് സൗണ്ട് സില്ലി ബട്ട് ഇറ്റ്സ് ട്രൂ. എല്ലാവരും ഓരോ ലെൻസിലൂടെയാണ് ഈ ലോകത്തെ കാണുന്നത്. അത് അവരുടെ ലൈഫ് എക്സ്പീരിയൻസ്, അവരുടെ ലൈഫിൽ നിന്ന് അവർ പഠിച്ചെടുത്ത കാര്യങ്ങളും അവർ അനുഭവിച്ച കാര്യങ്ങളും കാരണമാണ് ഈ കണ്ണട വെക്കുന്നത്. ഈ കണ്ണട വെക്കുമ്പോൾ നമുക്ക് ലോകത്തെ ലോകമായിട്ട് കാണാൻ പറ്റില്ല. ഇപ്പൊ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു ഷെയ്ഡാണ് നമ്മൾ വെക്കുന്നതിൽ ആ ഷെയ്ഡിന്റെ കളറിലേ നമുക്ക് ആ വേൾഡിനെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഈ കണ്ണട ഊരി കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ ഭയങ്കര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ ഈ കണ്ണട ഊരാൻ പലർക്കും ഭയങ്കര പേടിയാണ്. കാരണം ഈ കണ്ണട ഊരി കഴിഞ്ഞാൽ വരുന്ന ലൈറ്റിൽ ചിലപ്പോൾ നമ്മളെ കണ്ണടിച്ചു പോയാലോ. സംതിങ് ടു തിങ്ക് അബൌട്ട്. ബട്ട് അതാണ് എന്റെ 4ാമത്തെ. ശരിയാ. ഓരോരുത്തരും ഈ ലോകത്തിനെ കാണുന്നത് അവരവരുടെ ഇതുവരെ കടന്നു വന്നിട്ടുള്ള ഓരോ ഇതിൽ കൂടെ ആയിരിക്കും. ഇപ്പൊ ഞാൻ ഈ ലോകത്തിനെ കാണുന്ന പോലെ ആയിരിക്കൂല ഇപ്പൊ നിങ്ങൾ ഈ ലോകത്തിനെ കാണുന്നത്. കാര്യം നമ്മൾ ഓരോരുത്തരും വന്നേക്കണം, നമ്മൾ ഇവിടം വരെ എത്തിയേക്കണം, ഇത് ഫുള്ള് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും പോയിന്റ് ഓഫ് വ്യൂ വരുന്നത്. അപ്പൊ അതും കറക്റ്റ്. 5ാമത്തെ പോയിന്റ്, നത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ഫ്രീ. ഈ ലോകത്ത് ഒന്നും ഫ്രീ ആയിട്ടില്ല. ഒരു ഫ്രീ ലഞ്ച് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. എന്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണത് അഫെക്ഷൻ ആയിക്കോട്ടെ, എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ, അത് ചിലപ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു പ്രൈസ് ഉണ്ട്, എല്ലാത്തിനും ഒരു വിലയുണ്ട്. അത് ചിലപ്പോൾ ഇമോഷൻ എന്നുള്ള രീതിയിലാവാം, ചിലപ്പോൾ സപ്പോർട്ട് എന്ന രീതിയിലാവാം, ചിലപ്പോൾ മോണിറ്ററി രീതിയിലാവാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ ലോകത്ത് എന്തെങ്കിലും ഫ്രീ ആയിട്ടുണ്ടെന്ന്. നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു വിലയുണ്ട്. ആ വില ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മൾ കൊടുത്താലേ പറ്റൂ. നത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് ഫ്രീ. അത് ഇത്തിരി ചിന്തിക്കേണ്ട സാധനം. കാര്യം നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് തരുന്ന കിട്ടുന്ന ഓരോ സംഭവങ്ങൾക്കും നമ്മൾ എങ്ങനെയെങ്കിലും തിരിച്ചൊരു വില കൊടുക്കേണ്ട വരും. അതിപ്പോൾ പൈസ ആയിട്ട് തന്നെ വേണമെന്നില്ല. ഇപ്പം നമുക്ക് ഇങ്ങോട്ട് ഒരാൾ സ്നേഹം തരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഭാവിയിൽ നമ്മൾ അങ്ങോട്ട് തിരിച്ച് അയാൾക്ക് എന്തെങ്കിലും ഒരു സ്നേഹം കൊടുക്കണ്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും അയാൾക്ക് തിരിച്ച് കിട്ടുമെന്നുള്ളൊരു ഇതൊക്കെ വെച്ചിട്ടായിരിക്കും. അതൊക്കെ ഭയങ്കര ഡീപ്പാട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പോയിന്റ് നമ്പർ 7, ഓൾവേസ് ഫിനിഷ് ദ സെന്റൻസ്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആരുടെങ്കിലും സംസാരിച്ച് വന്നിട്ട് എടാ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അത് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ്. ആ സെന്റൻസ് ഫിനിഷ് ചെയ്യുക. ആ സെന്റൻസിനകത്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ ആയാലും നിങ്ങളുടെ ഉള്ളിലുള്ള തോട്ട് ഒളിഞ്ഞു കിടക്കുകയാണ്. ചിലപ്പോൾ മറ്റേ ആൾ ഇത് എങ്ങനെ എടുക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും നിങ്ങളത് ഫിനിഷ് ചെയ്യാത്ത. അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേ ആൾ ഇതിന് എങ്ങനെ റിയാക്ട് ചെയ്യും, അവർക്ക് ഹെർട്ടാവും, എന്ത് കാരണം ആയിക്കോട്ടെ അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുമ്പോൾ ആ നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സപ്രസ് ചെയ്യുകയാണ്. ഈ ഇമോഷൻസ് എല്ലാം കെട്ടിക്കിടന്ന് ഒരു ദിവസം ഇതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. ആ ദിവസം എത്തുമ്പോൾ ഒരു കാര്യം കയ്യിൽ നിൽക്കില്ല. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഓൾവേസ് ഫിനിഷ് ദ സെന്റൻസ്. പറഞ്ഞു തുടങ്ങിയ അത് തീർക്ക. വിഴുങ്ങരുത്. വിഴുങ്ങണത് നിർത്തൂ.
ഞാൻ നിർത്തി, അതുപോലെ നിങ്ങൾ നിർത്തൂ. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ ഓർമ്മ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. കാര്യം അവൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൂത്തോക്കി പറയൂല. പുള്ളി എല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എവിടെയെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോഴത്തേക്കാണ് പൊട്ടിത്തെറിച്ച് നമ്മളെയും കൂടെ ഒരുമാതിരി അവസ്ഥയിനകത്തേക്ക് ആക്കണ ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട്. അപ്പൊ അതേപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ പുള്ളി പറയുന്നത്. നമ്മൾ അതേപോലെ ആവേണ്ടിയിരിക്കുക. കാര്യം നമുക്ക് എന്ത് വിഷമം ഉണ്ടോ, എന്താണ് നമുക്ക് അപ്പോൾ തന്നെ ദേഷ്യമാണോ വിഷമമാണോ എല്ലാം എക്സ്പ്രസ് ചെയ്യാം. നമ്മുടെ ഇമോഷനുകളെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം നമുക്ക് ആശ്വാസമായിട്ട് ഇരിക്കാൻ പറ്റും. നമ്മൾ വെറുതെ അത് നമ്മുടെ തലയിൽ ചുമന്നിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോവും. പിന്നെ നമ്മളൊക്കെ പുറത്തിടുമ്പോഴത്തേക്ക് അപ്പുറത്തിരിക്കുന്ന ആള് സമാധാനം. പോയിന്റ് നമ്പർ 8, ഇത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗൈസ്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നമ്മുടെ ലൈഫ് ഒരു നീണ്ട ജേണിയാണ്. ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിലോട്ട് വരും, ഒരുപാട് ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകും. നമ്മൾ എല്ലാരെയും കണ്ണടച്ച് വിശ്വസിച്ച് നമ്മുടെ ലൈഫിലെ കാര്യങ്ങളെല്ലാം തുറന്നു പറയരുത്. കാരണം നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ വിശ്വാസം എന്നുള്ളൊരു പോയിന്റിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ കാണിക്കുന്ന ആ വിശ്വാസം നമ്മളെ തന്നെ എന്തെങ്കിലും ഒരു ദിവസം ചിലപ്പോൾ പുറകെ നിന്ന് തിരിഞ്ഞു വന്ന് കടിക്കും. അതുകൊണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. അത് എപ്പോഴും മനസ്സിൽ വേണം. അത് ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിച്ചൊരു കാര്യമാണ്. നിങ്ങൾ അത് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ ലൈഫില്. ഈ പറഞ്ഞ പോയിന്റ് നമ്മളുടെ ഭൂരിഭാഗം പേർക്ക് അറിയാവുന്ന ഒരു സാധനം, ഡോണ്ട് ട്രസ്റ്റ് എനിവൺ ബ്ലൈൻഡ്ലി എന്നൊക്കെ പറഞ്ഞ ആ ഒരു സാധനം. പക്ഷെ ഇത് പലർക്കും, എനിക്കാണെങ്കിലും അത് മുഴുവനെ അപ്ലൈ ചെയ്യാനായിട്ട് ലൈഫിൽ ഭയങ്കര പാടാണ്. കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് വരുമ്പോഴത്തേക്ക് അവരൊക്കെ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് അവരോട് ഭയങ്കര ട്രസ്റ്റ് തോന്നിയെന്ന് വരാം. പക്ഷെ എന്നാലും നമ്മളവരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അവരോട് പറഞ്ഞ് അവസാനം അവരൊരു തക്കം കിട്ടുമ്പോഴത്തേക്ക് നമുക്കിട്ട് തിരിച്ചടിക്കുന്ന പോലത്തെ സംഭവങ്ങൾ ഇപ്പം നമ്മൾ ഈ കാർത്തിക് സൂര്യയുടെ ഒരു കഴിഞ്ഞൊരു കോൺട്രവേഴ്സിൻ്റെ ഒരു ഇനത്താണെങ്കിലും നമ്മൾ അതേപോലത്തെ ഒരു സംഭവമൊക്കെ ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കണ്ടതായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ പോട്ടെ. അപ്പോൾ അതും ഒരു നല്ല പോയിന്റാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എന്റെ 9ാമത്തെ പോയിന്റ്, യു ആർ ദ ഓൺലി വൺ ഹു കെയർസ് അബൌട്ട് യുവർ ഡ്രീം. ഇത് നിങ്ങൾ സ്വർണ്ണ ലിപികളിൽ എഴുതിയിട്ടോ ഗൈസ്. നിങ്ങൾ ഒരുപാട് ഡ്രീം കാണുന്ന ഒരാളായിരിക്കും. ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് വേണ്ടി ആ ഡ്രീം നടത്തിത്തരും എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടനാണ്. നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ വർക്ക് ചെയ്യണം. ഓൾവേസ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇരുട്ട വെളുക്ക നമ്മൾ ആ ഡ്രീമിന് വേണ്ടി പ്രയത്നിക്കണം. എന്നാലേ ഒരു ഇഞ്ചെങ്കിലും നമ്മൾ അനങ്ങുള്ളൂ. ഇപ്പൊ നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ഇറ്റ്സ് അവർ കൺസേൺ ഗൈസ്. അത് നിങ്ങൾ ആലോചിക്കണം. അപ്പൊ നിങ്ങൾക്ക് IAS ഓഫീസർ ആവണമെന്നുള്ളതായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾക്ക് IAS ഓഫീസർ ആവണമെന്നുള്ളത് നിങ്ങളുടെ നീഡാണ്, നിങ്ങളുടെ ഡ്രീമാണ്. നിങ്ങളുടെ പാരന്റ്സ് ചിലപ്പോൾ അതിന് സപ്പോർട്ട് കാണുമായിരിക്കും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അവർ വന്നൊന്നും ചെയ്തു തരില്ല. പഠിച്ചെടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഏത് ഫീൽഡിലും. അതും ഭയങ്കര വലിയൊരു പോയിന്റ്. എനിക്കിപ്പോൾ പുള്ളി പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രോമാഞ്ചമൊക്കെ വന്നു. അത് കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് മാത്രം ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരിക്കുള്ളൂ. അത് വേറെ ആർക്കും അത് ചിലപ്പോൾ ബാക്കിയുള്ളവർക്കൊരു കോമഡി ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പം എൻ്റെ ഒരു ഡ്രീം ആണെങ്കിൽ ഞാൻ അത് ബാക്കിയുള്ളവരോട് പറയാനായിട്ട് അധികം ആഗ്രഹിക്കാത്ത ഒരാളാണ്. അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവരതിനകത്ത് ഓരോ കമൻറ്റ് അടിക്കും. അപ്പം എൻ്റെ ആ ഒരു മൂഡ് കംപ്ലീറ്റ് ചിലപ്പോൾ പോയി കിട്ടും. ആ ഒരു ഡ്രീമിന് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എയിമും കംപ്ലീറ്റ് പോയി കിട്ടും ഇവരുടെ ഈ ഒരു സംസാരം കാരണം. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ അത് മാക്സിമം നമ്മളുടെ ഉള്ളിൽ തന്നെ നിർത്തിയിട്ട് നമ്മളത് അച്ചീവ് ചെയ്തിട്ട് ആൾക്കാരെ കാട്ടാം. അപ്പം അവർ ഭൂരിഭാഗം പേര് അപ്പം സപ്പോർട്ട് ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മളത് പോണ ആ വഴിക്ക് നമ്മൾ ഒരുപാട് സഫറൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവരൊക്കെ നമ്മളെ കളിയാക്കി ചിരിക്കാനും അതേപോലെ പോകാനും ഒക്കെ ഇവറ്റകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ പൊന്നോ സെറ്റ് വീഡിയോ ആണ്. ഈ കാർത്തിക് സൂര്യയുടെ ഓരോ വീഡിയോ ഇങ്ങനെ, പക്ഷെ ഓരോ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വ്ളോഗിനേക്കാൾ ഉപരി എനിക്ക് പുള്ളിയുടെ ഇഷ്ടം പുള്ളി ഇങ്ങനെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ട്. കറക്റ്റ് നല്ല വാലിഡ് പോയിന്റ്സ് പുള്ളിയുടെ വായിന്ന് വരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോകൾ പുള്ളിക്കാരൻ്റെ വ്ളോഗിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ള ഈ വീഡിയോയുടെ കമന്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റ ബൈ ബൈ.